ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ്മി അനന്തു. എടാ മക്കളെ, 2025 സേ എക്സാം എഴുതുന്നത്, അത് മാത്സിൻ്റെ സേ എക്സാം എഴുതുന്ന എൻ്റെ എല്ലാ മക്കൾക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. കാരണം മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, റാപ്പിഡ് റിവിഷൻ. സോ പെട്ടെന്ന് നമുക്ക് റിവിഷൻ ചെയ്ത് പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കാനുള്ള രീതിയിലേക്ക് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. നമ്മുടെ ബാച്ചിൽ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് മക്കളെ. ഫുൾ ബേസിക് ലെവലോട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും, എല്ലാം നമ്മൾ ബാച്ചിലായിരിക്കും ചെയ്യുന്നത്. പക്ഷേ അതല്ലാതെ എന്നെ കാത്ത് കുറേ കുട്ടികൾ ഇവിടെയുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ബാച്ചിലുള്ള കുട്ടികൾക്കും വീഡിയോ കാണാം. നമുക്ക് പറ്റുന്ന പോലെ കൂടുതൽ വീഡിയോസ് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതിനുവേണ്ടി മക്കളെ നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. നിങ്ങൾ മാക്സിമം കാണുന്ന കുട്ടികളെല്ലാവരും മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മാക്സിമം ലൈക്കും സബ്സ്ക്രിപ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കൂടുതൽ വീഡിയോസ് ഒരു ദിവസം തന്നെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും എൻ്റെ ടീച്ചിങ് കൂടി ആകുമ്പോൾ നമ്മൾ കിഡിലിനായിട്ട് പഠിച്ചു പോകും കേട്ടോ മക്കളെ. അപ്പോൾ മാത്സിൻ്റെ എക്സാം ജൂൺ 25-ാം തീയതിയാണ്. നന്നായിട്ട് സമയമെടുത്ത് നന്നായിട്ട് പഠിക്കുക, പഠിക്കുന്ന കാര്യങ്ങൾ എഴുതി പഠിക്കുക. അപ്പോൾ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ, അതൊരിക്കലും വിട്ടുകളയില്ല കേട്ടോ. സോ മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് കൺസ്ട്രക്ഷൻ ഓഫ് മെട്രിക്സസ്. മെട്രിക്സ് നിർമ്മിക്കുക, മെട്രിക്സ് ഉണ്ടാക്കുക എന്ന് പറയും അല്ലേ. മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുക എന്നാണ് പറയുന്നത് മക്കളെ. നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് 2x2 മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യണം. ഇത് 2x2 എന്നാണ് എഴുതുന്നതെങ്കിലും വായിക്കേണ്ടത് 2x2 മെട്രിക്സ് എന്നാണ്. സോ 2x2 മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യണം. A = AIJ എന്നൊക്കെ പറഞ്ഞ് എന്ത് വേണമെങ്കിൽ കൊടുത്തോട്ടെ. ഹൂസ് എലമെന്റ്സ് ആർ ഗിവൺ ബൈ AIJ = ഇങ്ങനൊരു ഇക്വേഷൻ തരും. ഇക്വേഷൻ ഒന്നും കാണാപ്പാടാൻ പഠിക്കൊന്നും വേണ്ട മക്കളെ. ഏത് ക്വസ്റ്റ്യൻ വന്നാലും എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. 2x2 മെട്രിക്സ് ആണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. എന്താണ് 2x2? യെസ്, അതിനെപ്പറ്റി നിങ്ങൾ അറിയണം. 2x2 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ മക്കളെ 2x2, അതേപോലെ 3x3, അതേപോലെ 2x3, പിന്നെ 3x4, ഇങ്ങനെയൊക്കെ കുറേ മെട്രിക്സുകൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നിങ്ങളോട് പറയും. 2x2 എന്ന് പറഞ്ഞാൽ മക്കളെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് റോയുടെ എണ്ണമാണ്, ഇത് കോളത്തിൻ്റെ എണ്ണമാണ്. ആദ്യം റോയുടെ എണ്ണവും പിന്നെ കോളത്തിൻ്റെ എണ്ണം. അപ്പോൾ എന്താണ് റോ, എന്താണ് കോളം മക്കളെ? റോ എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ നമ്മൾ ബെഞ്ച് അടുക്കിയിട്ടില്ലേ ക്ലാസ്സിൽ ബെഞ്ചുകൾ അടുക്കി ഇടത്തില്ലടാ, അതാണ് റോ. അത് ഓർക്കുക, റോ എന്ന് പറയുമ്പോൾ ബെഞ്ചുകൾ അടുക്കിയിടുന്ന ആ ഒരു രീതിയാണ് റോ എന്ന് പറയുന്നത്. കോളം എന്ന് പറയുമ്പോൾ നിങ്ങൾ അസംബ്ലിക്ക് ഇങ്ങനെ നിൽക്കത്തില്ല, നേരെ വരിയായിട്ട്, അതാണ് കോളം എന്ന് ഓർക്കുക. ഓർക്കാൻ എളുപ്പമാണ്. കോളം എന്ന് പറയുമ്പോൾ അസംബ്ലി, റോ എന്ന് പറയുമ്പോൾ ബെഞ്ചുകൾ അടുക്കിയിട്ടിരിക്കുന്നു. ഒരിക്കലും തിരിഞ്ഞു പോലെ റോ, കോളം. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 റോയും 2 കോളമുള്ള മെട്രിക്സ് നിർമ്മിക്കാനാണ്. സോ നമുക്കത് നിർമ്മിക്കണമെങ്കിൽ മക്കളെ നിങ്ങൾ ആദ്യം ഞാൻ ട്രിക്ക് പറഞ്ഞുതരാം. 2 റോ എന്ന് പറയുമ്പോൾ 2 എണ്ണം താഴത്തേക്ക് കുത്തിടുക. 2 കോളം എന്ന് പറയുമ്പോൾ നേരെ 2 കുത്തിടുക, നേരെ 2 കുത്ത്. ഇതാണ് 2x2. നോക്കിക്കടാ, 2 റോ 2 കോളം. ഓക്കെ, അത് മനസ്സിലായി. ഇനി അടുത്തത് 3x3 എങ്ങനെയാണെന്ന് നോക്കാം. 3 റോ. അപ്പോൾ 3 റോ എന്ന് പറയുമ്പോൾ വരിയാണ്. അപ്പോൾ വരിയായിട്ട് എടുക്കണമെങ്കിൽ 3 വരി, 3 റോ 3 കോളം. 3 കോളം എന്ന് പറയുമ്പോൾ 3 ആയിട്ട് തിരിച്ചു, 3 കോളം. ഇങ്ങനെ താഴെ ഇങ്ങനെ വരിയായിട്ട് ഇങ്ങനെ അടുക്കിയിടുമ്പോൾ 3 റോയും 3 കോളായി. പെട്ടെന്ന് മനസ്സിലാകാൻ എളുപ്പത്തിന് കേട്ടോ മക്കളെ. 3x3. ഇനി അപ്പോൾ 2x3 കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? 2x3 എന്ന് പറയുമ്പോൾ ആദ്യം 2 റോ എന്ന് പറയുമ്പോൾ 2 കുത്തിടുക താഴത്തേക്ക്. 2 റോയായി, 2 റോ. ഇനി 3 കോളം വേണം. 3 കോളം എന്ന് പറയുമ്പോൾ 1 കോളം, 2 കോളം, 3 കോളം. കണ്ടല്ലോടാ, 2 റോയും 3 കോളവും. യെസ്. അപ്പോൾ അടുത്ത 3x4 നിങ്ങൾക്ക് തന്നെ എഴുതാമല്ലോ. 3x4. യെസ്, 3x4 എന്ന് പറയുമ്പോൾ 3x4, 3 റോ 4 കോളം. യെസ്. ഇനി മക്കളെ ഇതിനൊക്കെ ഓരോ പൊസിഷൻസ് ഉണ്ട്, അതും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ഇത് ഇത് നിങ്ങളുടെ ബെഞ്ചാന്ന് ഓർക്കുക. ഫസ്റ്റ് ബെഞ്ചിലെ ഫസ്റ്റ് ആൾ നമ്മളെങ്ങനെയാണ് പറയുന്നത്? ഒന്നാമത്തെ ബെഞ്ചിലെ ഒന്നാമത്തെ ആൾ, പിന്നെ ഒന്നാമത്തെ ബെഞ്ചിലെ രണ്ടാമത്തെ ആൾ, ഒന്നാമത്തെ ബെഞ്ചിലെ മൂന്നാമത്തെ ആൾ. അതിനൊക്കെ പൊസിഷൻസ് ഉണ്ട് മക്കളെ, അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇത് A11, ഇത് A12, ഇത് A13, ഇത് A14 എന്ന് പറയുമ്പോൾ 11, 12, 13, 14. ഒന്നാമത്തെ റോയിലെ ആൾക്കാരെ അങ്ങനെ പറയും. രണ്ടാമത്തെ റോയിലെ A21, രണ്ടാമത്തെ റോയിലെ രണ്ടാമത്തവൻ, രണ്ടാമത്തെ റോയിലെ മൂന്നാമത്തവൻ, രണ്ടാമത്തെ റോയിലെ നാലാമത്തവൻ, അങ്ങനെ പറയും. അടുത്തതാകുമ്പോൾ മൂന്നാമത്തെ റോയിലെ ആൾക്കാരെ 3 വെച്ച് തുടങ്ങും. 3-1, 3-2, 3-3, 3-4. സിമ്പിളായിട്ടുള്ള പരിപാടി കണ്ടല്ലോ. അപ്പോൾ ലാസ്റ്റ് വരുന്ന ആളുടെ പൊസിഷൻ നോക്കുക, 3, 4. അത് തന്നെയായിരിക്കും നമ്മുടെ ഓർഡറും. അത് ഓക്കെ അല്ലേ?
അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോബ്ലം നോക്കാം. 2/2 മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഓർക്കണം 2/2 എന്ന് പറയുമ്പോൾ 2 കുത്ത് താഴത്തേക്ക് ഇട്ടു 2, 2 റോയും 2 കോളും. ജനറലായിട്ട് നിങ്ങൾ ആദ്യം എഴുതി വെക്കുക. എ എന്ന് പറഞ്ഞ് 2/2 അല്ലേ, പൊസിഷൻസ് എഴുതിക്കടാ. എ എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ ആൾ A11, രണ്ടാമത്തെ ആൾ A12, അടുത്തത് A21, A22 ഉണ്ടല്ലോടാ. അതിനാണ് ഞാൻ ഇതിന് കുത്തിടാൻ പറഞ്ഞത്. 2 റോയും 2 കോളവും. അപ്പോൾ 2/2 ആണെങ്കിൽ നമ്മുടെ ലാസ്റ്റത്തെ ആൾ 22 ആയിരിക്കും. യെസ്, സെറ്റ്. ഇനി നമുക്ക് ഇവന്മാരെ കണ്ടുപിടിക്കണം. ഈ ഒന്നാമത്തെ ബെഞ്ചിൽ ഒന്നാമതിരിക്കുന്ന ആൾ ആരാണെന്ന് കണ്ടുപിടിക്കണം. ഒന്നാമത്തെ ബെഞ്ചിൽ രണ്ടാമതിരിക്കുന്ന ആൾ ആരാണെന്ന് കണ്ടുപിടിക്കണം. ഇവന്മാരെ കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ മെട്രിക്സ് ഉണ്ടാക്കി കഴിഞ്ഞു. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഒന്നാമതിരിക്കുന്ന ആളെ നമുക്ക് കണ്ടുപിടിക്കണം. A11. അതിനാണ് മക്കളെ ഇവിടെ ഒരു ഇക്വേഷൻ തന്നിരിക്കുന്നത്. Aij എന്ന് പറയുമ്പോൾ ഇപ്പോൾ A11 ആണെങ്കിൽ ഇത് 1, ഇത് 1. A12 ആണെങ്കിൽ I 1 ആകും, ഇത് 2 ആകും. A13 ആകുമ്പോൾ ഇത് 1, ഇത് 3. മനസ്സിലായല്ലോ? ആ ആൾക്കാർ മാറും. അതിവിടെ ഇട്ട് കൊടുക്കുക. ഇവിടെ മാറുന്നതനുസരിച്ച് ഇവിടെയും മാറും. ഇത്രയുള്ള പരിപാടി. ജസ്റ്റ് സിമ്പിൾ മെത്തേഡ്. അപ്പോൾ നമുക്ക് 1 കണ്ടുപിടിക്കുക. A11 എന്ന് പറയുമ്പോൾ ഇവിടെ 1, ഇവിടെ 1 അല്ലേടാ. A11 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോറി മക്കളെ, ജസ്റ്റ് അത് വേറെ പേജിലേക്കായല്ലോ. ഓക്കെ, യെസ്. A11 എന്ന് പറയുമ്പോൾ മക്കളെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് ആളെ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ 1, ഇവിടെ 1. അപ്പോൾ ഇവിടെ 1, ഇവിടെ 1 ഇട്ട് കൊടുക്കുക. ഐയും ജെയും 1 ആണ്. സോ അവിടെ രണ്ടിടത്ത് 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് 1 + 1 ഹോൾ സ്ക്വയർ ബൈ 2. ഒന്നുകൂടെ കൂട്ടിയാൽ 2. 2ൻ്റെ സ്ക്വയർ 4/2. എത്ര കിട്ടും? 2. സോ A11 എന്ന് പറയുമ്പോൾ 2 കിട്ടിയില്ലേ? യെസ്, 2. ഓക്കെ, 2 കിട്ടി. ഇനി അടുത്തത് അത് കഴിഞ്ഞു. അടുത്തത് ഇവനെ കണ്ടുപിടിക്കണം. A12. അപ്പോൾ A12 അപ്പോൾ ആരൊക്കെയാണ് 1? I1ഉം J2 അപ്പോൾ ഇവിടെ 1ഉം ഇവിടെ 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 1 + 2 ഹോൾ സ്ക്വയർ ബൈ 2. 2 ഒന്നുകൂടെ കൂട്ടിയാൽ 3. 3ൻ്റെ സ്ക്വയർ 9. നിങ്ങൾക്കറിയാമല്ലോ 2 ഒന്നുകൂടെ കൂട്ടിയാൽ 3. 3 സ്ക്വയർ ബൈ 2. 3ൻ്റെ സ്ക്വയർ 9. 9/2 എന്ന് എഴുതാം. അല്ലെങ്കിൽ 9/2 4.5 എന്ന് എഴുതാം. കുഴപ്പമില്ല, നമുക്കിവിടെ 9/2 എന്ന് എഴുതാം. അത് കഴിഞ്ഞു. നെക്സ്റ്റ് ആൾ A13. സോറി, A13 അല്ല, A21. അടുത്തത് A21 വേണം. അപ്പോൾ ഇവിടെ I എന്ന് പറയുന്ന 2ഉം J എന്ന് പറയുന്ന 1ഉം. അപ്പോൾ ഇവിടെ 2 ഇട്ട് കൊടുക്കുക, ഇവിടെ 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരുടാ? 2 + 1 ഹോൾ സ്ക്വയർ ബൈ 2. 2 ഒന്നുകൂടെ കൂട്ടിയാൽ 3. 3ൻ്റെ സ്ക്വയർ 9/2. സിമ്പിൾ പരിപാടി. അവനെയും കിട്ടി. നെക്സ്റ്റ് A22 വേണം. A22 എന്ന് പറയുമ്പോൾ ഇവിടെ 2, ഇവിടെ 2. അപ്പോൾ ഇവിടെ 2, ഇവിടെ 2 ഇട്ട് കൊടുക്കുക. എന്ത് വരും? 2 + 2 ഹോൾ സ്ക്വയർ ബൈ 2. 2 2 4. 4ൻ്റെ സ്ക്വയർ 16/2 ആണ്. 16ൻ്റെ പകുതി 8 ആണ്. 16ൻ്റെ പകുതി 4 + 4 സോറി 4ൻ്റെ സ്ക്വയർ 8 എന്നൊക്കെ ചിന്തിക്കല്ലേ. 4ൻ്റെ സ്ക്വയർ 16 ആണ്. 16ൻ്റെ പകുതി 8. സോ ദ ആൻസർ ഈസ്, ഇതാണ് നമ്മുടെ ആൻസർ. സിമ്പിൾ അല്ലേ മക്കളെ? മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള പരിപാടി. മനസ്സിലാക്കി എഴുതി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മുടെ കയ്യിരിക്കും. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അല്ല, മെട്രിക്സ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള മക്കളെ ഇത് നമ്മുടെ കയ്യിലിരിക്കും കേട്ടോ. മെട്രിക്സ് കൺസ്ട്രക്ഷൻ, മെട്രിക്സ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള പരിപാടി. മക്കൾ ഇതേപോലെ തന്നെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനും. നിങ്ങൾക്ക് തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ. തുടക്കം ഞാൻ വേണേൽ പറഞ്ഞുതരാം. ബാക്കി തന്നെ ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തു കേട്ടോ. 2/3 മെട്രിക്സ് ആണ്. അപ്പോഴേ നമ്മളിതേ 2 ഇങ്ങോട്ട് കുത്തിട്ടു, 3 ഇങ്ങോട്ട് കുത്തിട്ടു. ഒരു ജനറലായിട്ട് എഴുതിക്കേ. A എന്ന് പറയുമ്പോൾ എന്ത് വരും? A11, A12, A13. 3 പേരായില്ലേ? താഴത്തും അതേപോലെ 3 പേര്. A21, A22, A23. യെസ്, നമ്മൾ എഴുതിയ കറക്റ്റാണ്. കാരണം എന്താണ്? 2/3 ആകുമ്പോൾ ലാസ്റ്റ് 23 വരും. കറക്റ്റാണ് നമ്മൾ എഴുതിയത്. ഇനി ഓരോരുത്തരെ കണ്ടുപിടിക്കണം. നേരത്തെ തന്ന ഇക്വേഷൻ വേറെ ആയിരുന്നു. ഓരോ ക്വസ്റ്റ്യനിലും ഓരോ ഇക്വേഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ A21 ആണ്. A11 കണ്ടുപിടിക്കണം. അതിന് ഇക്വേഷൻ വ്യത്യാസമുണ്ട്. ഇവിടെ 1, ഇവിടെ 1. ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ 1 ഇട്ട് കൊടുക്കുക, ഇവിടെ 1 ഇട്ട് കൊടുക്കുക. ബാക്കിയെല്ലാം അതേപോലെ എഴുതണേ. ഇവിടെ 1 അല്ലേ, അപ്പോൾ ദേ 1 പ്ലസ് ഇവിടെ 2J ആണ്. അപ്പോൾ 2 ഇൻറ്റു ജെയും 1 അല്ലേ, അവിടെ ഇട്ട് കൊടുക്കുക. ജെയും 1 ആണ്, ഐയും 1 ആണ്. ഇവിടെ 1, ഇവിടെയും 1. 2 × 1 ഹോൾ സ്ക്വയർ ബൈ 2. നിങ്ങളുടെ കാൽക്കുലേറ്റർ എടുത്തിട്ട് ഇത് അതേപോലെ തന്നെ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. തെറ്റിക്കല്ലേ. മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടേ കൂട്ടാവുള്ളൂ.
അല്ലാതെ ഇത് തമ്മിൽ കൂട്ടി വെക്കരുത് കേട്ടോ മക്കളെ. മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടേ കൂട്ടാവുള്ളൂ. 2 × 1 2, 2 + 1 3. സോ 3ൻ്റെ സ്ക്വയർ 3² 2 എന്ന് കിട്ടും. 3ൻ്റെ സ്ക്വയർ 9/2. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ആളെ കിട്ടി 9/2. കറക്റ്റ് അല്ലേടാ? 1 + 2 3². ഓക്കെ, 9/2. ഒരെണ്ണം കൂടെ കണ്ടുപിടിച്ചിട്ട് ബാക്കി നിങ്ങൾ ചെയ്തോണേ. A12 കണ്ടുപിടിക്കാൻ പോവാണ്. A12 എന്ന് പറയുമ്പോൾ ഇവിടെ 1 ഇവിടെ 2. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ 1 ഇടണം, ഇവിടെ 2 × ഇവിടെ 2 ഇടണം. യെസ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 1 + 2 × ഇവിടെ 2 വരും. ജെയുടെ അവിടെ 2 വരും. ഓക്കെ, (2/2) കണ്ടല്ലോ മക്കളെ. മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടേ ആഡ് ചെയ്യാവുള്ളൂ. 1 അപ്പോൾ ഇവിടെ 1 + 2 × 2 4. അപ്പോൾ ഇവിടെ 1 + 4 എന്ന് വരും. (2/2) 4 × 1 5, 5ൻ്റെ സ്ക്വയർ 25/2. സോ ഇവിടെ 25/2 വരും. അടുത്താളെ കണ്ടുപിടിക്കുക. അടുത്താളെ കണ്ടുപിടിക്കുക. മെട്രിക്സ് കംപ്ലീറ്റ് ആകും. ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, എത്ര കിട്ടിയെന്നുള്ളത്. മക്കൾ ഇവിടെ 25/2 കാൽക്കുലേറ്റർ അടിച്ചു കൊടുത്താൽ 12.5 എന്ന് കിട്ടും. അങ്ങനെ എഴുതിയാലും നോ പ്രോബ്ലം. ഡെസിമൽ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അത്രയും വരെ പോകേണ്ട കാര്യമില്ല. ഫ്രാക്ഷൻ ആണെങ്കിൽ ഫ്രാക്ഷൻ ഇട്ടാൽ മതി. ഓക്കെ അല്ലേ? സെറ്റല്ലേ മക്കളെ? അപ്പോൾ ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്യാം മക്കളെ. നന്നായിട്ട് ട്രൈ ചെയ്തോളുക. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ജസ്റ്റ് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി നന്നായിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ മക്കളെ, കുറച്ച് സമയം കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് പഠിച്ചെങ്കിൽ നിങ്ങൾ കൺസ്ട്രക്ഷൻ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ മക്കളെ, മാക്സിമം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും. മാത്സ് തോറ്റിരിക്കുക എന്ന് പറയുന്ന ഒരു കുട്ടികളും വിഷമിക്കല്, ധൈര്യമായിട്ട് ഇങ്ങ് പോര്, നമുക്ക് ജയിപ്പിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ വെയിറ്റ് ചെയ്യാം മക്കളെ. ഓക്കെ, ബൈ.